അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം പഠിക്കാം അർത്ഥസഹിതം എന്ന വിഷയത്തിൽ ഇതിന്റെ മുമ്പ് 14 ഭാഗങ്ങൾ നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടുണ്ട്. ഇത് 13 ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ഇത് 14ാമത്തെ ഭാഗമാണ്. ഇതിന്റെ മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും ഒരു 2-3 തവണയെങ്കിലും കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നുണർത്തുകയാണ്. ഇന്ന് നിസ്കാരത്തിന്റെ ഫർളുകളിൽ നിന്ന് 4ാമത്തെ ഫർളാണ് 14ാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫാത്തിഹ ഓതുക എന്നതാണ് 4ാമത്തെ ഫർള്. നാം ഇതിന്റെ മുമ്പ് നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാം ഇവകളെല്ലാം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ ഫർള് ഫാത്തിഹ ഓതുക എന്നതാണ്. ഫാത്തിഹയിലെ നിർബന്ധമായ കാര്യങ്ങൾ ഇന്ന് കാര്യമായി ചർച്ച ചെയ്യുന്നത് അതാണ്. ഫാത്തിഹ മുഴുവനും നൃത്തത്തിൽ സംഭവിക്കുക എന്നത് ഫാത്തിഹയുടെ വാജിബാത്തിൽപ്പെട്ടതാണ്, നിർബന്ധമായ കാര്യത്തിൽപ്പെട്ടതാണ്. റുകൂയിലേക്ക് പോകുന്ന സമയത്ത് ഫാത്തിഹയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഖിയാമിൽ നിന്ന് പോന്നതിന് ശേഷം പറഞ്ഞാൽ അവന്റെ ഫാത്തിഹ സഹിയല്ല. അതേ പ്രകാരം 2ാമത്തെ വാജിബാത്ത് അവന്റെ ശരീരത്തിനെ കേൾപ്പിക്കലാണ്. ശരീരം കേൾക്കുന്ന ശബ്ദത്തിലാണ് പറയേണ്ടത്. 3ാമത്തെ വാജിബാത്ത് നിർബന്ധമായ കാര്യം അറബിയിലായിരിക്കുക എന്നതാണ്. ഫാത്തിഹയുടെ അർത്ഥം എങ്ങനെയെങ്കിലും മലയാളത്തിൽ പഠിച്ച് അത് പറഞ്ഞതുകൊണ്ട് നിസ്കാരം സഹിയാവുകയില്ല. 4ാമത്തെ നിർബന്ധമായ കാര്യം ഫാത്തിഹയുടെ അറഫുകളെ സൂക്ഷിക്കുക എന്നതാണ്. ഫാത്തിഹയിൽ നിന്ന് ഏതെങ്കിലും ഒരു അറഫ് നഷ്ടപ്പെട്ടാൽ ഫാത്തിഹ അവന്റെ നിസ്കാരത്തിനെ അത് ബാധിക്കും. അതേ പ്രകാരം ഫാത്തിഹയുടെ അറഫുകളുടെ മഖ്റജ് അഥവാ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതേ പ്രകാരം ഫാത്തിഹയിൽ 14 ശബ്ദുകളുണ്ട്. ഒരു ശബ്ദം ഒഴിവാകാൻ പാടില്ല, ശബ്ദുകളെ സൂക്ഷിക്കലാണ്. അതേ പ്രകാരം അർത്ഥത്തിനെ വ്യത്യാസപ്പെടുത്തുന്ന രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കണം. അങ്ങനെ സംഭവിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. ഫാത്തിഹയുടെ കലിമത്തുകളെ, പദങ്ങളെ ക്രമമനുസരിച്ച് കൊണ്ടുവരാൻ, അതേ പ്രകാരം ആ ഫാത്തിഹയുടെ ആയത്തുകള് തുടരെ കൊണ്ടുവരാൻ, ഇത് രണ്ടും വാജിബാത്തിൽപ്പെട്ടതാണ്. അതേ പ്രകാരം തന്നെ ഫാത്തിഹയിൽ പെട്ടതാണ്, നിർബന്ധമാണ്, പാലിക്കണം എന്നത് നിർബന്ധമാണെന്ന് പണ്ഡിതന്മാര് ഏകോപിച്ച മദ്, ഇദ്ഗാം പോലെയുള്ളത് സൂക്ഷിക്കൽ, അത് കൊണ്ടുവരാൻ അത് നിർബന്ധമാണ്. അപ്പോ ഫാത്തിഹയിൽ നിന്ന് ഒരു അറഫിനെ ഒരാളെ കളഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അറഫിന് പകരം മറ്റൊരു അറഫിനെ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ശ്രദ്ധുള്ള ഒരു അറഫ് ശ്രദ്ധില്ലാതെ ഓതിയാൽ, അല്ലെങ്കിൽ അർത്ഥം വ്യത്യാസപ്പെടുന്ന തെറ്റുകൾ സംഭവിച്ചാൽ, ഉദാഹരണം അൻഅംത അലൈഹിം എന്ന സ്ഥലത്ത് അൻഅംത എന്ന് പറയുന്ന സ്ഥലത്ത് തീ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൻഅംതു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന സ്ഥലത്ത് ക എന്നതിന് കീ എന്ന് കസ്റ് കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ അവന്റെ നിസ്കാരം സഹിയാവുകയില്ല. അതേ പ്രകാരം ഫാത്തിഹയുടെ കലിമത്തുകളുടെ തർത്തീബ് നഷ്ടപ്പെടുത്തിയാൽ നിസ്കാരം ബാത്തിലാകും. അറിഞ്ഞുകൊണ്ടും മനഃപൂർവമാണെങ്കിലും, ഇല്ലെങ്കിൽ അധികം സമയമാകുന്നതിന് മുമ്പ് അത് ശരിയായ നിലക്ക് ഓതണം. ഓതിയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം സഹിയാവുകയില്ല. തുടരെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിന് ആവശ്യമാകുന്ന സമയത്തേക്കാൾ കൂടുതൽ ആയത്തുകളുടെ ഇടയിൽ അവൻ മൗനം പാലിക്കാൻ പാടില്ല. കാരണം കൂടാതെ
എന്നാൽ ശക്തിയായ ചുമ കാരണം അല്ലെങ്കിൽ തുമ്മൽ കാരണം സമയം ദീർഘിക്കുന്നതിന് പ്രശ്നമില്ല. അതേ പ്രകാരം ഫാത്തിഹയുടെ ഇടയിൽ ദീർഘമായ സമയം നിന്നാൽ ഫാത്തിഹ ആദ്യം മുതൽ തന്നെ ഓതണം. അതേ പ്രകാരം അന്യതായ ഏതെങ്കിലും ഫാത്തിഹയുമായി നിസ്കാരവുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും ദിക്റുകൾ ഫാത്തിഹയുടെ ഇടയിൽ കൊണ്ടുവന്നാൽ, ഫാത്തിഹയിൽ പെടാത്ത ഒരായത്ത് ഫാത്തിഹയുടെ ഇടയിൽ ഒരാൾ ഓതിയാൽ അല്ലെങ്കിൽ തുമ്മി ആ സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ആദ്യം മുതൽ വീണ്ടും ഓതണം. എന്നാൽ ഒരാൾ തുമ്പുകയും അയാൾ അൽഹംദുലില്ലാഹ് പറയുകയും ചെയ്താൽ യർഹമുക്കല്ലാഹ് എന്ന് അയാളോട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. എന്നാൽ ഫാത്തിഹയുമായിട്ടും നിസ്കാരവുമായി ബന്ധമുള്ളത് കൊണ്ട് ഫാത്തിഹ മടക്കി ഓതേണ്ട ആവശ്യമില്ല. ഉദാഹരണം, നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞു വലല്ലാഹീൻ എന്ന് ഇമാമ് പറഞ്ഞപ്പോ ഇമാമിന്റെ കൂടെ നാം ആമീൻ പറഞ്ഞു. ഇനി ഫാത്തിഹന്റെ ബാക്കിയുള്ളത് ഓതിയാൽ മതി, ആദ്യം മുതൽ ഓതേണ്ടതില്ല. അതേ പ്രകാരം നാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇമാമ തിലാവത്തിന്റെ അഥവാ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള ആയത്തുകൾ നിസ്കാരത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു ആയത്തോതി ഇമാമ സുജൂദിലേക്ക് പോയാൽ നാം സുജൂദിലേക്ക് പോക്ക് നിർബന്ധമാണ്. സുജൂദിൽ നിന്ന് വന്നതിന് ശേഷം ബാക്കി ഓതിയാൽ മതി. അതേ പ്രകാരം ഇമാമ് എന്തെങ്കിലും ആയത്തുകൾ ഓതി ആ ആയത്തുകളിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ചോദിക്കേണ്ട ആയത്തുണ്ടെങ്കിൽ ഇമാമിന്റെ കൂടെ നമുക്കും അത് ചോദിക്കൽ സുന്നത്തുണ്ട്, മടക്കി ഓതേണ്ട ആവശ്യം ഇല്ല. അതേ പ്രകാരം ഇമാമിന് ഓത്തിൽ തെറ്റുപറ്റി ആ ഓത്തിൽ മൗനമായി പെട്ടെന്ന് ബാക്കി ഓതാൻ കിട്ടാതെ വന്നു. അങ്ങനെ ഇമാമ് മൗനമായി നിന്നാൽ ബാക്കി ഭാഗം നാം ഓതിക്കൊടുത്തുകൊണ്ട് ഇമാമിനെ ഉണർത്തണം. അതുകൊണ്ടും ഫാത്തിഹന്റെ മടക്കി ഓതേണ്ട ആവശ്യം ഇല്ല. ഇവിടെ ഒക്കെയും വിശദീകരണമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗത്തിൽ അതുണ്ടായിരിക്കും. ഫാത്തിഹയുടെ അർത്ഥം അടക്കം ഇതിന്റെ ബാക്കി ഭാഗങ്ങളിൽ വരുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് പല തവണ കേട്ട് മനസ്സിലാക്കുകയും സംശയമുള്ള ഭാഗങ്ങൾ ചോദിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. എന്റെ നമ്പർ 98 46 47 96 14 എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചാനലിൽ അംഗങ്ങളായ വലിയ ഒരു സംഖ്യ ആളുകളുണ്ട്. അവരുടെ എല്ലാ പല പ്രയാസങ്ങൾ അവർ കമന്റ് ചെയ്ത് പ്രാർത്ഥന വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി അവർക്കൊക്കെയും സന്തോഷവും റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അപകടങ്ങളെ തൊട്ട് മറ്റു പ്രയാസങ്ങളെ തൊട്ടും അവരെയും നമ്മയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റ് ബന്ധപ്പെട്ടവർ അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കുകയും ചെയ്യട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.